അപ്പം നമ്മ അന്ന് ആലോചിച്ച ആ പാട്ടിൻ്റെ ശില്പി അപ്പം നിങ്ങൾക്ക് ഗുരു വേണ അപ്പം ഇത് प्यार दीवाना होता है मस्ताना होता है നേരെ വീട്ടിൽ കയറി ചെന്നു. അപ്പം ആ പുള്ളി ബെല്ലടിച്ചപ്പോൾ പുള്ളിയാണ് ഈ സിനിമ, കാസറ്റ്, മ്യൂസിക് ഡയറക്ടർ, ഗായകൻ ഏതാണ് ഇഷ്ടം ഉമർക്കാക്ക്? പുള്ളി ഒരു വാക്ക് പറഞ്ഞു എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. അതാണ് ഓക്സിജനിൽ ഏപ്രിൽ 10 വരെ എസികൾക്ക് വമ്പിച്ച വിലക്കുറവ്. ഉടൻ ഷോറൂം വിസിറ്റ് ചെയ്യൂ. ഓക്സിജൻ, the cooling expert. നമസ്കാരം. ഈ റംസാൻ മാസത്തിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആൾ തന്നെയാണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത്. മറ്റാരുമല്ല, ഉമർക്കയെക്കുറിച്ച് കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല. പണ്ട് മുതൽ തന്നെ അറിയാവുന്നവർക്കറിയാം എന്ന് മാത്രമേ ഞാൻ പറയൂ. പക്ഷേ അറിയില്ലാത്തവർക്ക് ഒരു പരിചയപ്പെടുത്തലും കൂടിയാണ്. പണ്ട് യേശുദാസിൻ്റെ ഒരു കാസറ്റ് കമ്പനിയാണ് തരംഗിണി. ഏറ്റവും നല്ല മാപ്പിളപ്പാട്ടുകളാണ് തരംഗിണി കാസറ്റിലൂടെ വന്നിരുന്നത്. അതിനുശേഷം ഒരു കാസറ്റ് കമ്പനി എന്ന് പറഞ്ഞ നിസരി കാസറ്റ്, അതിൻ്റെ ഉടമ ഉമർക്ക. അസ്സലാമു അലൈക്കും. ഒത്തിരി ഇഷ്ടമാണ് താങ്കളെ. കേട്ടിട്ടുണ്ട്, കണ്ടിട്ടില്ല. കേട്ടിട്ടുണ്ട്, ഒരുപാട് കേട്ടിട്ടുണ്ട്, ഒത്തിരി കേട്ടിട്ടുണ്ട്. എത്രയോ പാട്ടിലൂടെ. പണ്ടൊക്കെ നമ്മളൊക്കെ ഈ കാസറ്റ്, എനിക്ക് പണ്ട് കാസറ്റ് ലൈബ്രറി ആയിരുന്നു. 89 തുടങ്ങിയതാണ്. ഞാൻ 90 ഗൾഫിൽ പോകുമ്പോൾ എൻ്റെ ഇക്കാക്ക് വീഡിയോ കാസറ്റ്, മൂഡിയോ കാസറ്റ് ലൈബ്രറിയാണ്. മസ്കറ്റിൽ, ദുബായിലും ഉണ്ട്. അന്ന് ഈ പറയുന്ന തരംഗിണി കാസറ്റ്, അന്ന് അവിടെ എന്ന് പറഞ്ഞാൽ റാഫായുടെ തോംസൺ ഓഡിയോ കാസറ്റുകളാണ്. അതിനുശേഷം പിന്നീട് ഈ കാസറ്റുകളാണ് അങ്ങോട്ട് കയറുന്നത്. എനിക്ക് ഈ തരംഗിണിയിലെ ഏറ്റവും ഹിറ്റ് പാട്ടുകളൊക്കെ അക്കാമേ കോനുമല എന്നുള്ള പാട്ട് അല്ലേ, അങ്ങനത്തെ ഒരു പാട്ടുകളൊക്കെ അല്ലേ. അതിനുശേഷമാണ് ഉമർക്കാട് ഒരു വരവ് അല്ലേ. അതൊരു വരവായിരുന്നു ഉമർക്ക അല്ലേ. ഇവിടെ വരെ നിന്നില്ലേ. പിന്നെ അത് തന്നെയല്ലേ ഏറ്റവും നല്ല 40 കൊല്ലമല്ലേ ഒരു കമ്പനി കൊണ്ട് നടക്കുന്നത്. ഇപ്പോഴും ഇപ്പോഴും അതൊരു ചലഞ്ചായിരുന്നു ഉമർക്ക. ചലഞ്ചായിരുന്നു. അതെങ്ങനെയായിരുന്നു ഉമർക്ക? ഒന്നുമില്ലാത്തോടുന്നുള്ളൊരു ചലഞ്ച് തുടങ്ങിയത് അങ്ങനെയാണ്. പിന്നെ കൂടെയുള്ള ആർട്ടിസ്റ്റ് ഞാൻ ഗാനമേളക്ക് പോകുമായിരുന്നു. ഗാനമേളക്ക് പാടുമായിരുന്നു. അത് 71 നിർത്തി. പിന്നെ ഗാനമേളക്ക് പോയിട്ടില്ല. പിന്നെ പാട്ടിനുള്ള ഭ്രമം മാറിയിട്ടില്ല. അത് കാരണന്മാരായിട്ടുള്ള ഇതിലെ കുറിച്ച് വന്നിട്ടുള്ളതാണ്. അങ്ങനെ മാപ്പിളപ്പാട്ട് ആദ്യം ഇറക്കണമെന്ന് തോന്നി. ശരിക്കും പറഞ്ഞാൽ ആദ്യം ഇറക്കിയത് സെൻട്രൽ എക്സൈസ് ലൈസൻസ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് കമ്പനീനെ കുറിച്ച് ചിന്തിച്ചത്. അപ്പോൾ കമ്പനിക്ക് ലൈസൻസ് ഇല്ലാണ്ട് പറ്റില്ല. അങ്ങനെ സെൻട്രൽ എക്സൈസ് ലൈസൻസ് എടുത്ത് അന്ന് അപ്പോൾ ആദ്യം എടുത്തത് അഷ്ടപതി ഫിലിമില്ലേ, അതിൻ്റെ ശബ്ദരേഖ പോകില്ലെന്നറിയാം. പക്ഷെ ഒരു പ്രോഗ്രാം വേണം അപ്പം ഈ നമ്പർ കിട്ടാൻ. അതെടുത്ത് അതിനെടുത്ത്. പക്ഷേ പ്രോഗ്രാമായിട്ട് ചെയ്തത് നിസരി മാപ്പിളപ്പാട്ടുകൾ വോളിയം 1. നിസരി ടൈറ്റിലെ മാപ്പിളപ്പാട്ടുകൾ വോളിയം 1 എന്നാണ്. അത് ചെയ്ത് നദീർ റംസാൻ എന്ന് പറഞ്ഞ ഒരാൾ മരിച്ചുപോയി. പുള്ളിയാണ് ലിറിക്സ്. മ്യൂസിക് എം എ മജീദ്, പുള്ളി മരിച്ചുപോയി. അത് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നി ഇതിങ്ങനെ വെറുതെ ഇറക്കി വിട്ടാൽ എന്ത് ചെയ്യും. ഒരു പ്രത്യേകിച്ച് ബാക്ക്ഗ്രൗണ്ടൊന്നുമില്ല. തരംഗിണി മാതിരി ഒരു ബാനറില്ല പറയാൻ. ഒരു കാസറ്റ് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞ് ജനം ഇത് സ്വീകരിക്കണ്ടേ. അപ്പം ഞാൻ വെറുതെ നസീർ സാറൊന്ന് വിളിച്ചിക്കാന്ന് പറഞ്ഞാൽ വിളിച്ച നസീർക്ക. നമ്പർ എനിക്ക് നേരത്തെ പരിചയം ഉണ്ടായിരുന്നു. ഇല്ല, നമ്പർ എനിക്ക് വിജയ വോയിസ് സേവിച്ചെന്ന് തോന്നുന്നു. പുള്ളി അവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പറഞ്ഞു. പക്ഷെ ഞാൻ വിളിച്ച ഡയറക്റ്റാണ്. അപ്പോൾ എന്താണ് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞെങ്കിൽ മാപ്പിളപ്പാട്ട് ചെയ്തിട്ടുണ്ട്, ആദ്യമായിട്ടാണ്. തരംഗിണി കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് ചെയ്യുന്നതാണ്. അപ്പം എൻ്റെ കമ്പനിയുടെ ആദ്യത്തെ പ്രോഗ്രാമാണ്, ഒന്ന് റിലീസ് ചെയ്ത് തരണം എന്ന് പറഞ്ഞു. അതിനെന്താ റിലീസ് ചെയ്യുക, തിരുവനന്തപുരത്ത് വരണം എന്ന് പറഞ്ഞു. അത് തിരുവനന്തപുരത്ത് പോയി. മസ്കറ്റ് ഹോട്ടലിൽ വെച്ചിട്ടാണ് അന്ന്. മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് പുള്ളി. പക്ഷേ പുള്ളി നമ്മൊന്നും അറിഞ്ഞില്ല. പുള്ളി ഒരു പ്രത്യേക ക്യാരക്ടറാണ് കേട്ടോ. ഭരണമാതിരി 100% ഓക്കെ ഉള്ളൊരു മനുഷ്യനാണ്.
ഒരു പരിചയമില്ലാത്ത ഞാനാണേ. അപ്പോൾ ആ മസ്കറ്റിലോട്ട് വെച്ചാൽ പുള്ളി റിലീസ് ചെയ്ത് പ്രകാശം ചെയ്തതോടുകൂടി തന്നെ കമ്പനിയും ഓപ്പണായി. അന്ന് തന്നെ കമ്പനി ഓപ്പണായി എന്നാണ്. 1 രൂപ പോക്കറ്റിലിട്ട് തന്നു കാസറ്റിൻ്റെ വില. പ്രേം നസീർ 1 രൂപ ഇട്ട് തരാണ് പോക്കറ്റ്. ഇപ്പോഴുണ്ട് കയ്യിൽ. ഇപ്പോഴും ഉണ്ട്. അതാണ് തുടക്കം. ആ 1 രൂപയിൽ നിന്നുള്ള തുടക്കമാണ് അല്ലേ? അത് വലിയ കൈപുണ്യമായിരുന്നു അല്ലേ? കൈപുണ്യം. വല്ലാത്തൊരു മനുഷ്യനാണ്. പിന്നെ ഞങ്ങൾ പരിചയപ്പെട്ട് പുള്ളി എന്നെ കൂടുതൽ സംസാരിച്ചപ്പോൾ പുള്ളി അന്ന് രാഷ്ട്രീയത്തിൽ ഇറങ്ങാനുള്ള സമയമായിരുന്നു. അപ്പോൾ എൻ്റെ കുറച്ച് പ്രസംഗങ്ങളുണ്ട്. ഉമ്മർ എനിക്കതൊന്ന് കോപ്പി ചെയ്ത് തന്ന പൈസ ഞാൻ തന്നോളാം. കാസറ്റിലേക്ക് കോപ്പി ചെയ്തോളൂ. കാസറ്റ് കോപ്പി ചെയ്തിട്ട് ഞാൻ ഇത് ചെയ്യണം, സർക്കുലേഷൻ ഞാൻ കൊടുക്കണം. അപ്പോൾ അതിൻ്റെ പൈസയൊക്കെ പുള്ളി തരും, ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ 1-2 പ്രാവശ്യം ഇവിടെ എറണാകുളത്ത് വന്നപ്പോൾ മണിത്താലിൻ്റെ ഷൂട്ടിങ്ങിന് വന്നപ്പോൾ എന്നെ വിളിച്ച്. അപ്പോൾ ഞാൻ ഇവിടെ മറ്റേ MG റോഡിൽ ഹോട്ടലുണ്ടല്ലോ, ഇൻ്റർനാഷണൽ ഹോട്ടൽ, അവിടെ ചെന്ന് സംസാരിച്ച്. അപ്പോൾ എന്താണ് തിക്കുരിശിലെടുത്തും രാജ എന്താണ് പഴയ ആക്ടറുണ്ടല്ലോ തിക്കുരിശിയും വേറൊരു ആക്ടറിൻ്റെ പേരും കൂടെ പറഞ്ഞ പുള്ളി, എനിക്ക് നല്ല ഓർമ്മയില്ല. ആ 2 പേരുടെ എൻ്റെ പ്രസംഗങ്ങളുണ്ട്, ഞാൻ വിളിച്ച് പറയാം, അത് മേടിച്ചിട്ട് കോപ്പി ചെയ്ത് തരും. പിന്നെ പ്രാവശ്യം വിളിച്ചപ്പോൾ വന്നപ്പോൾ പിന്നെയും വിളിച്ച്. പുള്ളി അതിൽ നിന്ന് പിന്മാറി രാഷ്ട്രീയത്തിൽ നിന്ന്. മറത് വേണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ വീട്ടിലേക്കാണ് വിളിച്ച. അപ്പോൾ ലിസിയിൽ വന്നതാണ്, ഏതൊരു ആർട്ടിസ്റ്റ് ലിസിയിലുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ. ഹോസ്പിറ്റലിൽ കാണാൻ വേണ്ടി അവർക്ക് ഒരുപാട് ഭയങ്കര സഹായിയാണ്. ഞാൻ കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ളതാണ്. ചിത്രാഞ്ജലി സ്റ്റുഡിയോ എന്ന് ഇറങ്ങുമ്പോൾ ഞാൻ അവിടെ പോയിട്ടുണ്ടായി. വനിതാ പോലീസിൻ്റെ ഷൂട്ടിങ് എടുക്കും. ആർട്ടിസ്റ്റുകൾ വിടില്ല പുള്ളിനാ. ഓരോരുത്തർക്ക് ചാൻസ് ഡയറക്ടർ അടുത്ത് പറഞ്ഞ് മേടിച്ചു കൊടുക്കണം. അരൂർ സത്യനൊക്കെ ഇല്ല അവർക്ക്, അങ്ങനെയുള്ള ആർട്ടിസ്റ്റുകളൊക്കെ ഇല്ല. ഇങ്ങനത്തെ ഒരു റോള് നോക്കലിട്ട, ഇങ്ങനത്തെ ഒരു റോള് മറക്കരുതിട്ട, എല്ലാം ഇടപെടും, എല്ലാം പറഞ്ഞു കൊടുക്കും. വല്ലാത്ത മനുഷ്യനാണ്. അതൊരു വലിയ ഭാഗ്യമായി പോയി. ഇപ്പോൾ ആർട്ടിസ്റ്റിനെ കുറിച്ചൊന്ന് നമ്മൾ വിളിച്ചിട്ടൊന്ന് റിലീസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട് ഒരുപാട്. നമുക്ക് ഒരുപാട് ചെയ്തു തന്നിട്ടുണ്ട്. പിന്നെ അതെനിക്കൊരു എൻ്റെ ഒരു ഹാബിറ്റായി മാറി. ഏത് കാസ്റ്റ് റിലീസ് ചെയ്യണമെങ്കിലും ആർട്ടിസ്റ്റിനെ വെച്ച് റിലീസ് ചെയ്യും. അങ്ങനെ നമുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പറഞ്ഞു ഒരുപാട് നമുക്ക് പറഞ്ഞു ഞാൻ ചെയ്യണില്ല, ഇനി വേറെ ആൾക്കൊണ്ട് ജയിച്ചു തരാന്ന് പറഞ്ഞിട്ട് അത്രമാത്രം ചെയ്തു. പിന്നെ എന്താണ് ഉർവശിനെ കൊണ്ട് ജയിച്ചു, റിലീസിനെ കൊണ്ട് ജയിച്ചു. പിന്നെ ആ ട്രെൻഡ് അങ്ങോട്ട് മാറി. ഈ പ്രേം നസീറുമായിട്ട് ദീർഘകാല ബന്ധമായിരുന്നു. കുറച്ചാളുണ്ടായിരുന്നു അല്ലേ? പുള്ളി മരിക്കാൻ അതിനാളൊന്നുമില്ല. അത് കഴിഞ്ഞപ്പോൾ തന്നെ മരണത്തിലേക്ക് പോയി. ആദ്യം ഇറക്കിയ കാസറ്റ് പറഞ്ഞല്ലോ, വോളിയം നമ്പർ 1 എന്ന് പറഞ്ഞില്ല ഇറക്കുന്നത്. അതിൽ ഏറ്റവും ഹിറ്റ് പാട്ട് ഏതായിരുന്നു? നീല നദി കണ്ട കുളിർ കാറ്റ്. അതന്ന് പാടിയത് ജൂനിയർ മെഹബൂബ്, കൊച്ചി. മനസ്സിലായി. പിന്നെ രേണുക ഗിരിജൻ. അന്ന് മാർക്കോസ് ഉണ്ണിമേനും MG ശ്രീകുമാറും വന്നിട്ടില്ല, രംഗത്തേക്ക് എത്തിയിട്ടില്ല. ഇവരൊക്കെയാണ് ഉണ്ട്. ഇടവ ബഷീർ, ഇവരൊക്കെയാണ്. ഇടബഷീർ ഉണ്ടെന്നും അന്നുണ്ട്. ബഷീറുണ്ട്. ഇടബഷീർ അന്നും ഉണ്ട്. അന്നുണ്ട്. ഇടബഷീർ അന്നുണ്ട്. നീലനദി കണ്ട കുളിർ കാറ്റേ, നീ കഥയൊന്നു പറഞ്ഞാട്ടേ, മിസ്റെന്ന നാടിൽ വാണിരുന്നൊരു യൂസുഫിൻ കഥയറിയാമോ, നബി യൂസുഫിൻ കഥയറിയാമോ. അത് എന്താണ് അന്ന് പാടി ഹിറ്റായി. ആ കാസറ്റ് ഹിറ്റായി. കാരണം മറ്റേ സംക്രമോപമകരിയൊക്കെ ഇറങ്ങിയേക്കണ വടക്കൻ സ്റ്റൈലിലാണല്ലോ പാടിയത്. ആ കഴിഞ്ഞപ്പോഴാണ് ഇവിടെ ഈ മെലഡി ടൈപ്പ് ഒരു മാപ്പിളപ്പാട്ട് ആദ്യമായിട്ട് വീഴുന്നത്. അത് മലബാറുകാരെ അങ്ങനെ ആദ്യം കേൾക്കണം. അപ്പോൾ അത് കുറേ പോയി. അത് ഒരു ഹിറ്റായിരുന്നു. അതിൽ വേറെ പിന്നെ ഒപ്പനപ്പാട്ടുകൾ കുറേ ഹിറ്റായ പാട്ടുകളുണ്ട്. അല്ല, എനിക്ക് തോന്നുന്നു ഉമർക്കാടെ പാട്ടുകളൊക്കെ വേറെ സ്റ്റൈലാണ്. ഈ തരംഗിണി ഇപ്പം പറഞ്ഞ പോലെ തരംഗിണി ഇറക്കുന്ന ഒരു ഫാസ്റ്റാണ് പാട്ടുകൾ. ആ സമയത്താണ് ഇങ്ങനത്തെ പാട്ട് ഇറക്കി ഹിറ്റാകുമെന്നോ അത് നമ്മൾ ഇത്രയും പൈസ മുടക്കി ഇത് വിജയിക്കുമെന്നുള്ള ഭയപ്പാടുണ്ടായിരുന്നു ഉമർക്കാക്ക്.
അങ്ങനെയൊന്നുമില്ല. അത് ഒരു ആർട്ടിസ്റ്റ് ആകുമ്പോഴാണ് അത് മനസ്സിൽ ചിന്തിക്കാണ്ടിരിക്കുള്ളൂ. നമ്മൾ ഒരു പാട്ട് കമ്പോസ് ചെയ്തെടുക്കുമ്പോൾ അത് നന്നാവുമെന്നാണല്ലോ. അപ്പോൾ ഇത് എങ്ങനെ വന്നാലും ആ പാട്ട് നല്ലതായിരിക്കും എന്നുള്ള എൻ്റെ ചിന്ത. ഞാനത് അങ്ങോട്ട് ഇറക്കി വിടും. പിന്നെ ഈ പറഞ്ഞ മാതിരി സിനിമ മാതിരി തന്നെയാണ്. ചിലപ്പോൾ നല്ല പാട്ട് ഒരു മനുഷ്യന് വേണ്ടാണ്ട് മാറ്റിയിടും. ഒന്നിനും കൊള്ളാത്തത് ചിലപ്പോൾ ഭയങ്കര ഹിറ്റാവും. അങ്ങനെ പല സിനിമകളും വന്നിട്ടില്ലേ. അതെ 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 ഞാൻ പേര് പറയണില്ല. ഒത്തിരി സിനിമകൾ അങ്ങനെയുണ്ട്. ഈ ദാസേട്ടന്റെ തരംഗിണിയുമായിട്ടാണ് നമ്മൾ മത്സരിക്കുന്നത് അല്ലേ? അന്ന് മത്സരം ദാസേട്ടനായിട്ടാണ്. അല്ല ദാസേട്ടന് വേറെ കമ്പനിയില്ല. ദാസേട്ടന് ചില ട്രിക്കുകളൊക്കെ ഉണ്ട്. ദാസേട്ടന് ഞാൻ അറിഞ്ഞിരിക്കുന്ന അങ്ങനെ ചില ട്രിക്കുകളുണ്ട്. ഇപ്പം നമ്മുടെ ക്യാസറ്റ് ഇറങ്ങുമ്പോൾ ദാസേട്ടന് വേറെ വാശിയും ട്രിക്കുകളൊക്കെ ഉണ്ട്. അതൊക്കെ എങ്ങനെയായിരുന്നു ഒന്ന് പറയാമോ? പുള്ളിക്ക് പ്രത്യേകിച്ച് ഞങ്ങളായിട്ട് ഇങ്ങനെ നേരിട്ടൊരു ഫൈറ്റ് പുള്ളിയായിട്ട് വന്നില്ല. പുള്ളിക്കൊരു ചുറ്റൊരു വൃന്ദമുണ്ടായിരുന്നു, ഇങ്ങനെ ഒരു സർക്കിൾ ഉണ്ടായിരുന്നു. അവരുടെ ഇതിലാണ് പുള്ളി ഇങ്ങനെയൊക്കെ വന്നത്. പിന്നെ ഓണം വരുമ്പോൾ, പെരുന്നാൾ വരുമ്പോഴൊക്കെ അവർ ഉറക്കും, നമ്മൾ ഉറക്കും. നമ്മളതിന് കുറച്ച് നേരത്തെ ഇറക്കാൻ നോക്കും. അപ്പോൾ അവരതിന് മുമ്പ് അങ്ങനെ ഒരു മത്സരമായിരുന്നു. തരംഗിണി, രഞ്ജിനി, നിസരി, ഈ 3 എണ്ണമാണ് അന്ന്. അല്ല, പിന്നെ ഒരെണ്ണമുണ്ടല്ലോ തരംഗിണി കഴിഞ്ഞിട്ട് ഇത് ലൈസൻസ് കിട്ടണം ആദ്യം നിസരിക്ക്. നമുക്കാണ് കിട്ടുന്നത്. അത് അതിന്റെ ഒറ്റ ദിവസം തന്നെ അതിന്റെ അടുത്ത നമ്പർ രഞ്ജിനി, അനിയനെ കിട്ടി. അതിന്റെ അടുത്ത നമ്പർ കിട്ടിയത് സരിക. അപ്പോൾ പിന്നത്തെ നമ്പർ കിട്ടിയ വിശാൽ. ആ കമ്പനി ഇപ്പം ഇല്ല. സരിക ഉണ്ടോ ഇപ്പോഴും? സരികയുണ്ട്. അല്ല, സരിക ഒന്നും ഇപ്പൊ പാട്ട് പ്രൊഡക്ഷൻ ഒന്നുമില്ല. പഴയത് ഇങ്ങനെ അപ്ലോഡ് ചെയ്തോണ്ടിരിക്കുന്നു. അനിയന്റെ പ്രൊഡക്ഷൻ ഇപ്പൊ ഉണ്ടോ? അല്ല, അനിയൻ നിർത്തി. അനിയൻ മരിച്ചുപോയി. ഈ ഉമർഖാനെ സംബന്ധിച്ചുള്ള, ഉമർഖാക്ക് ഒത്തിരി ഗായകരുമായിട്ട് ബന്ധം, ഒത്തിരി സിനിമാക്കാരുമായിട്ട് ബന്ധം. അതായത് എനിക്ക് പാടാത്ത ഒരു ആർട്ടിസ്റ്റ് ഉള്ളത് SPB മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ട് സാധിച്ചില്ല? സംസാരിച്ച് ഒരു പ്രൊജക്റ്റ് ഉണ്ടാക്കിയതാണ്. പക്ഷെ നടന്നില്ല. കാലക്കേട് നടന്നില്ല. പക്ഷേ SPBയുടെ സിനിമാ പാട്ട് എൻ്റെ കയ്യിലുണ്ട്. മേടിച്ചിട്ടുണ്ടല്ലോ, ഞാൻ വായിച്ചിട്ടുണ്ട്. സാരാപതൊക്കെ ഉണ്ട് എൻ്റെ കയ്യിൽ. പക്ഷേ എൻ്റെ മ്യൂസിക്കിൽ SPBനെ കൊണ്ട് പാടിക്കാൻ പറ്റിയില്ല എനിക്ക്. അത് ഭയങ്കര സങ്കടമുണ്ട്. എല്ലാം റെഡിയായി വന്നതായിരുന്നു. ബാക്കി എല്ലാവരും പാടിയിട്ടുണ്ട്. ദാസേട്ടൻ മുതൽ പാടിയിട്ടുണ്ട്. ഈ ദാസോട്ടനായിട്ട് ഈ തരംഗിണി കഴിഞ്ഞിട്ട് നമ്മൾ തുടങ്ങി. പിന്നെ അതൊക്കെ സ്നേഹമായി. അതൊക്കെ മറന്നുപോയി. പിന്നീട് അടുപ്പമായി. പിന്നെ വഴക്കൊന്നും ഉണ്ടായിട്ടില്ല. ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് ആ പോക്ക് പോയത്. അപ്പോൾ സിനിമ പ്രൊഡ്യൂസർമാരാണ് ഈ പറയണത്. അവർക്ക് കൊടുത്താലേ തരംഗിണി എടുക്കുകയുള്ളൂ എന്ന് പറയുമ്പോൾ അങ്ങനെ വിട്ടേക്കെന്ന് പറയും. അതിൻ്റെ അത്രേ ഉള്ളൂ. അതുള്ളൂ. പിന്നീട് നിങ്ങൾ ഒരുമിച്ചുള്ള യാത്രയും ഒരുമിച്ച് ഉമർക്കാട് കാസറ്റിൽ പാടുകയും. പിന്നെ എൻ്റെ ഞാൻ 3 പടം ചെയ്തിട്ടുണ്ട് സിനിമ. ഏതൊക്കെ സിനിമ? വരണമാല്യം, മാണിക്യകൂടാരം, പിന്നെ ഒരു എഴുന്നള്ളപ്പന്തൽ ചെയ്തത് വന്നില്ല, ഇടയ്ക്ക് വെച്ച് നിന്നുപോയി. മാണിക്യകൂടാരം മറ്റേ ജയറാമൊക്കെ? അല്ലല്ലോ, മറ്റേ ഈ വിജയകുമാർ തിലകൻ, മീരയൊക്കെ അഭിനയിച്ച. 3ാമത്തെ സിനിമ ഇറങ്ങിയില്ല. ആദ്യത്തെ മറ്റേ സിദ്ദിഖ്, ശാന്തികൃഷ്ണ, മധു സാർ. അങ്ങനെ 3 സിനിമയും പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പ്രൊഡ്യൂസ് ചെയ്തല്ല, 3 സിനിമ മ്യൂസിക് ചെയ്തിട്ടുണ്ട്. മ്യൂസിക് ചെയ്തിട്ടുണ്ട്. ഈ ഏതാണ് ഏറ്റവും ഇഷ്ടം അന്നും ഇന്നും? ഏത്? ഈ സിനിമ, കാസറ്റ്, മ്യൂസിക് ഡയറക്ടർ, ഗായകൻ, ഏതാണ് ഇഷ്ടം ഉമർക്കാക്ക്? മ്യൂസിക് തന്നെ. അതല്ല, സംഗീതമാണ്. ആരാണ് ഗുരു? അതൊരു വലിയ പ്രശ്നമാണ്. ഗുരുവില്ല എന്ന് പറഞ്ഞത് എന്താണ്, ഇത് ഞാൻ MS-നെ വിളിച്ചു പോയി മദ്രാസിൽ പോയി കണ്ട്. എനിക്കൊരു അയ്യപ്പൻ ചെയ്യണമെന്ന് പറഞ്ഞു, ഒരു ഓണം ചെയ്യണമെന്ന് പറഞ്ഞ് സംസാരിച്ച്. ഞാൻ എല്ലാം ഡയറക്റ്റായിട്ട് പോയി സംസാരിക്കുള്ളൂ. ഇടയിലൊരാളെ നിർത്തില്ല. ആരായിട്ട് സംസാരിക്കണമെങ്കിലും ഡയറക്റ്റ് പോയി സംസാരിക്കും. പുള്ളിയായിട്ട് സംസാരിച്ച് പുള്ളി സമ്മതിച്ചവരാണ്. പുള്ളിനെ കൊണ്ടുവന്ന് വിടാം. 2 പ്രാവശ്യം കൊണ്ടുവന്നു. അപ്പോൾ 2 പ്രാവശ്യം 5 ദിവസം ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ ദിവസം ഇരുന്നപ്പോൾ പുള്ളിയുടെ പഴയ തമിഴ് പാട്ടൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ കേൾക്കാൻ തിയേറ്ററിൻ്റെ വാതൊക്കെ പോയിരിക്കുന്ന കാര്യമൊക്കെ പുള്ളിനോട് പറഞ്ഞു. അപ്പോൾ അന്ന് ആലോചിച്ച ആ പാട്ടിൻ്റെ ശില്പി ഇന്ന് നമ്മുടെ മുമ്പിലിരിക്കുമെന്ന് ആലോചിച്ചില്ല. ഇതൊക്കെ പറഞ്ഞ് പുള്ളി ചിരി. ഒരു വലിയ കാര്യമാണ് തന്നെ. അപ്പം ഞാനൊരു കാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, മാപ്പിളപ്പാട്ട് ഒരെണ്ണം ചെയ്തിട്ടുണ്ടായി. ആദ്യമായിട്ട് ചെയ്ത കാസ്റ്റാണ്. എൻ്റെ ലിറിക്സും മ്യൂസിക്കും ഞാൻ തന്നെ. അത് ഞാൻ പറഞ്ഞ് ഒരെണ്ണം ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നീ സംഗീതം പഠിച്ചിട്ടില്ല? ഞാൻ പറഞ്ഞു ഞാൻ സംഗീതമൊന്നും പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നിനക്ക് ഗുരുവില്ലേ? നിനക്ക് ഗുരുവില്ല. ഇപ്പം പറഞ്ഞ കാര്യം തന്നെ. അപ്പോൾ നിനക്ക് ഗുരു വേണോ?
അപ്പം ഇത് വിലക്ക് മേടിക്കാൻ കിട്ടുമോ ഗുരുവിന്? നമുക്ക് ഗുരു വേണം. ഞാൻ പുള്ളിനെ പറയാണ് നമ്മളെന്നാ നിഗണിച്ചേക്ക് അത് തലയൊക്കെ എത്തുന്നത് പറഞ്ഞു പുള്ളി ഒരു വാക്ക് പറഞ്ഞു എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. അതാണ് ഗുരു. എന്നിട്ട് എന്നോട് പറഞ്ഞ് ആരെങ്കിലും ഒരു എന്താണ് സംഗീത അധ്യാപകൻ്റെ അടുത്ത് കുറച്ച് നാളെ ഒന്ന് പ്രാക്ടീസ് ചെയ്യണം. അതൊന്ന് മനസ്സിലാക്കുമ്പോൾ കമ്പോസിങ്ങിനെ ഞാൻ സഹായിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനൊരു ഉദയമാഷ് എന്ന് പറഞ്ഞ ആളുണ്ട് എടപ്പള്ളിയിൽ. പുള്ളിനെ അറേഞ്ച് ചെയ്തു, വീട്ടിൽ നിന്ന് പഠിപ്പിക്കും. 1.5 വർഷം പഠിപ്പിച്ചു. പുള്ളി പറഞ്ഞ് മറക്കെ കമ്പോസിങ്ങിനൊക്കെ ഇത്ര മതി, ഇനി വോക്കലൊന്നും പാടാനൊന്നും പോണില്ലല്ലോ. അങ്ങനെ അവിടെ വെച്ച് നിർത്തി. പിന്നെ കമ്പോസിങ്ങിന് ഉള്ള ഇതായി 300 പാട്ട് ചെയ്തിട്ടുണ്ട്. 300 പാട്ട് പല രീതിക്കുള്ള പല രീതി. മാപ്പിളപ്പാട്ട്, ഏറ്റവും കൂടുതൽ ഓണം, ലവ് സോങ്സ്, പിന്നെ അയ്യപ്പൻ സോങ്സ്, ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ്സ്. ഏറ്റവും കൂടുതൽ ചെയ്തേക്കണ ഓണപ്പാട്ട്. മാപ്പിള. ഈ ഓണപ്പാട്ടിൻ്റെ ഒരു രീതി എങ്ങനെയായിരുന്നു അന്നൊക്കെ? ഈ ഞങ്ങൾ ഓണപ്പാട്ട് ചെയ്യണത് ഒരു സിനിമാറ്റിക് സ്റ്റൈലേ ചെയ്യുള്ളൂ. അതായത് ഓണം ചെയ്യുമ്പോൾ അവർ 6 ഓണം ചെയ്യണമെങ്കിൽ 4 ഒരു സീറ്റ് മെലഡീസ് ഇടും. 6 ചെയ്യുമ്പോൾ 4 ഓണം പെടാത്ത 4 ഇടും. ഒരു കാസറ്റിലുള്ള 6 പാട്ട്. 10 പാട്ടിൽ 6 പാട്ട് ഓണപ്പാട്ടാണെങ്കിൽ 4 പാട്ട് ഓണം തൊടാത്ത 4 ഇടും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ആൽബർട്ടും മാറ്റാം നമുക്ക് പിന്നീട്. അതിൽ ഓണം ഉണ്ടാവില്ല. ഓണം ഇല്ലാത്ത ലവ് സോങ് ഉപയോഗിക്കണമല്ല. ആ രീതിക്ക് ചെയ്യും. അങ്ങനെ ചെയ്യുള്ളൂ. ഏറ്റവും കൂടുതൽ പൈസ കിട്ടിയ ഓണപ്പാട്ടിലാണോ? ഓണപ്പാട്ടിൽ പൈസ കിട്ടിയിട്ടുള്ളൂ. പൈസ കിട്ടാണ്ട് ഇവിടെ വരെ എത്തില്ല. അല്ല, ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഓണപ്പാട്ടിലാണെന്ന് ഞാൻ ചോദിച്ചത്. ഏറ്റവും കൂടുതൽ കാശ് കിട്ടുന്ന കഥാപ്രസംഗം, സാംബശിവന്റെ കഥാപ്രസംഗം. ആ ഒരു ബുദ്ധി എങ്ങനെ വന്നു? ഈ കഥാപ്രസംഗം ആരെങ്കിലും മേടിക്കുന്നു സ്വപ്നത്തിൽ വിചാരിച്ചിട്ടില്ലല്ലോ? അല്ല, സാമ്പ സാറും കൂടെ വിചാരിച്ചിട്ടില്ല. ഞാനിവിടുന്ന് പുള്ള വീട്ടിൽ ചെന്ന ദിവസം ഇതേമാതിരി തന്നെ ഇടനിലക്കാരനൊന്നുമില്ല, നേരെ വീട്ടിൽ കയറി ചെന്നു. അപ്പോൾ പുള്ളി ബെല്ലടിച്ചപ്പോൾ പുള്ളി ഒന്ന് വാതിൽ പറഞ്ഞപ്പോൾ എനിക്ക് പുള്ളിനെ മനസ്സിലായില്ല. കാരണം വിഗ് വെച്ചിട്ടാണല്ലോ നിൽക്കണത്, മറ്റൊന്നുമില്ല തലയിൽ. ആളെ മനസ്സിലായില്ല പെട്ടെന്ന്. സാമ്പിച്ചു സാറിന് ഞാനും പുള്ളി ഒരു തോർത്തൊക്കെ ഇട്ടിട്ട് എന്താ വന്നത്? ഞാൻ എറണാകുളത്ത് നിന്ന് വരികയാണ്. എൻ്റെ പേര് ഉമ്മർന്നാണ്. ഒരു കാസറ്റ് കമ്പനിയുണ്ട്. അപ്പോൾ സാറിൻ്റെ ഒരു കഥ നമുക്കൊന്ന് റെക്കോർഡ് ചെയ്ത് ഇറക്കി നോക്കിയാൽ എങ്ങനെ ഉണ്ടാവുമെന്ന് ഒരു തോന്നൽ. സാറ് തരാമെന്നുണ്ടെങ്കിൽ ചെയ്യാം. അപ്പോൾ പുള്ളി എന്നെ ചോദിച്ചേ, അതിന് കഥാപ്രസംഗം ആരെങ്കിലും മേടിക്കുമോ? ഈ കാസറ്റ് കൊടുത്ത് കാശ് കൊടുത്ത് ആരെങ്കിലും കഥാപ്രസംഗം മേടിക്കുമോ? നമ്മൾ നോക്കാം, ഒരെണ്ണം ചെയ്ത് നോക്കാം. പോയ ഒരെണ്ണം പോവും, കിട്ടിയാൽ നമുക്കുണ്ടൊരു പണിയായി. ഇതാണ് സാറിനോട് പറഞ്ഞ വാക്ക്. അപ്പോൾ പുള്ളി നമുക്ക് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളിയായിട്ട് എഗ്രിമെൻ്റ് വെച്ച് ദേവലോകം ചെറുകാടിന് ഫസ്റ്റ് കഥ ദേവലോകം റെക്കോർഡ് ചെയ്ത് വിടാന്ന്. റെക്കോർഡ് ചെയ്ത് അങ്ങനെ ഇറക്കി. അപ്പോൾ ഞാനും പേടിച്ചായിരിക്കാം, ഇതിപ്പോൾ പോകില്ലായിരിക്കും എന്ന് വെച്ചു. ഇത് ഇറക്കി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഈ കടക്കാരുടെ വാദക്കൂടെ പോവില്ല, മാറിപ്പോവുള്ളൂ. അവർ പിടിക്കും, സാധനം കൊടുക്കാൻ പറ്റണ്ടേ. ഇന്നത്തെ മാതിരി മിഷനില്ലെന്ന്. ഒരു മണിക്കൂറിൽ തീരണം ഇത്ര എണ്ണങ്ങൾ. ഒരു മണിക്കൂറിന് എത്ര അടിക്കാൻ പറ്റും? അത് 1 മണിക്കൂറിൽ 50, 40, 45, 50 എണ്ണം തീരും. അത്ര കാസറ്റ് അടിക്കാൻ പറ്റും. ഈ പ്രിന്റിങ് എല്ലാം കൂടി. അപ്പം അത് തീരണ്ടേ? അത് തീരില്ല. അപ്പോൾ കൊടുക്കാൻ പറ്റുള്ള ആ വഴി പോകില്ല, വേറെ വഴി പോകും. അങ്ങനെ വേറെ ഒരു കഥാപ്രസംഗത്തിന് അവർ വിളിച്ചു നടന്നിട്ടുണ്ട്. അപ്പോൾ ഇത് പോകുന്നു മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ പിന്നെ അടുത്തെടുത്ത് ഐഷ എടുത്ത്. അങ്ങനെ പുള്ളിയുടെ 17 കഥ എടുത്ത്. പുള്ളിയുടെ 17 കഥകൾ നമ്മൾ ഇറക്കി. ഈ കഥാപ്രസംഗം ആദ്യം ഇറക്കണ ഉമ്മർക്കല്ലേ? അത് കഴിഞ്ഞിട്ട് കുറേ കഥാപ്രസംഗങ്ങൾ പല ആളുകളിലെ. അത് പിന്നെ ഒരാൾ പോയി കഴിഞ്ഞാൽ അതിൻ്റെ പുറകെ കൂട്ടലാണല്ലോ മലയാളികളുടെ പണി. ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ കാസ്റ്റ് കമ്പനി ഉണ്ടായിരുന്ന രാജ്യമായിരുന്നു കേരളം. ഏഷ്യയിൽ അന്ന് എറണാകുളത്ത് മാത്രം എന്തോ 10-75 ഉണ്ടായിരുന്നു. കാരണം ഒരാൾ തുടങ്ങി വെച്ചാൽ പിന്നെ അങ്ങനെ തുടങ്ങിക്കോളൂ ഇഷ്ടമായിട്ട്. ഈ സാംബശിവന്റെ 17 കഥകളല്ലേ? 17 കഥകൾ നമ്മൾ കാസറ്റാക്കി ഇറക്കി. അത് 17 ഹിറ്റ് അടിക്കുമല്ലേ? ഇത് 17 ഇത് ആക്ഷൻ എല്ലാം ഞാൻ ആക്ഷൻ എടുക്കുള്ളൂ. അത് ഡയലോഗ് വേണം പുള്ളിയുടെ. മറ്റേ ഈ ലവ് സ്റ്റോറിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ അത്രയധികം അങ്ങോട്ട്
വരില്ല. അതൊക്കെ ഞാൻ വിട്ട് കളഞ്ഞു, അത് എടുക്കാൻ നിന്നില്ല. അത് വേറെ കമ്പനിക്കാർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ആദ്യത്തെ ഷെയർ ആയിരുന്നോ നിങ്ങൾ സാമ്പത്തികമായിട്ട് എങ്ങനെയാണ് ബിസിനസ് ഡീൽ ചെയ്ത്? എല്ലാം ഷെയറിൻ്റെ ഒരു പരിപാടി ഇല്ല, പൈസ കൊടുക്കണം. എല്ലാം ഔട്ട് റേറ്റാണ്, കംപ്ലീറ്റ് ഔട്ട് റേറ്റാണ്. കണക്ക് വെച്ചോണ്ട ഒരു പരിപാടിയില്ല, ആ പരിപാടിക്ക് നിൽക്കുകയില്ല. എല്ലാവരുമായിട്ട് അങ്ങനെ തന്നെ, എല്ലാവരുമായിട്ട് അങ്ങനെ റോയൽറ്റിയുടെ പരിപാടിയേ ഇല്ല. മൊത്തത്തിൽ മേടിക്കുന്നുള്ളൂ, മൊത്തത്തിൽ മേടിക്കും. അല്ലെങ്കിൽ പണി കിട്ടും, അല്ലെങ്കിൽ പണി കിട്ടണമല്ല, അല്ലെങ്കിൽ ഒരു നമ്മ പറഞ്ഞത് പോയില്ല സാറേ എന്ന് പറഞ്ഞാൽ. പക്ഷെ അങ്ങനെ എല്ലാ ആൾക്കാർ പറയണം, എണ്ണം കൂടുതൽ പോയി എന്നാണല്ലോ പറഞ്ഞതെന്ന് പറഞ്ഞാൽ നമ്മ കള്ളനായ എന്തിനാണ് നിൽക്കണ, ആ പണിക്ക് നിൽക്കാതിരുന്നാൽ പോരെ. അങ്ങനെ കഥാപ്രസംഗവും ആദ്യം ഇറക്കി കാണിച്ചു. കഥാപ്രസംഗം ആദ്യം ഇറക്കി 10 കഥാപ്രസംഗം ഇപ്പം 50 ഉണ്ട്. ഇപ്പം പിന്നീട് സി ഡിയിലേക്ക് മാറ്റിയോ? സീരിയലിലേക്ക് മാറി, എല്ലാ സീരിയലിലേക്ക് മാറി, ഇപ്പോൾ യൂട്യൂബിലേക്ക് മാറി. സ്വന്തമായിട്ട് യൂട്യൂബ് അല്ലേ? സ്വന്തമായിട്ട് യൂട്യൂബ് ചാനൽ? എല്ലാം യൂട്യൂബ് തന്നെ. നല്ല വരുമാനം ഉണ്ട് അതിലോ? ജീവിച്ചു പോവാ. ഈ സ്റ്റേജിൽ ഗാനമേളയ്ക്ക് പോകുമായിരുന്നു പറഞ്ഞല്ലോ ആ കാലത്ത്. അന്ന് സ്റ്റേജിൽ ഏറ്റവും പാടി കയ്യടി മേടിച്ച പാട്ട് ഏതാണ് മുറുക്കാടെ? അതിപ്പോൾ എല്ലാ അടിപൊളി പാട്ടാണ്. രണ്ടിലേയും പാടുന്നേ. 2 വരി പാടുന്ന വെച്ചാൽ പ്യാർ ദീവാന ഹോതാ ഹേ മസ്താന ഹോതാ ഹേ. ആ കിഷോറിന് ഹിന്ദിയെ പാടുള്ളൂ, മലയാളം പാടില്ല. ഹിന്ദിയെ പാടുള്ളൂ, മലയാളം പാടില്ല. എന്താണ്? ആ ഹിന്ദി പാട്ടാണ് ചെറുപ്പം മുതൽ കേട്ട് ശീലിച്ചു വന്നേക്കുന്നത്. ഹിന്ദി പാട്ടുകളെ പാടുള്ളൂ, മലയാളം പാട്ടുകൾ പാടിയിട്ടില്ലേ? പാടിയിട്ടുണ്ട്, മലയാളം പാട്ടുകൾ പാടാറുണ്ട്, പക്ഷേ സ്റ്റേജിലൊന്നും പാടില്ല. അന്ന് എങ്ങനെയാണല്ലോ മലയാളം പാടുന്ന ഒരാൾ, തമിഴ് പാടുന്ന ഒരാൾ, ഹിന്ദി. അന്നൊക്കെ എത്ര രൂപ കിട്ടുമായിരുന്നു? അയ്യോ നമുക്ക് ചോദിക്കണ്ട. ഏയ് ഇഷ്ടം കൊണ്ട് പോകണമായിരുന്നോ? ഇഷ്ടം കൊണ്ട് പോകണ മാത്രമല്ല, അന്നത്തെ വരുമാനമത്രേ ഉള്ളൂ. പക്ഷെ അന്ന് അതൊരു ക്രൈസാണ് അങ്ങനെ ഗാനമേളക്ക് പോകുക എന്ന് പറഞ്ഞാൽ. വീട്ടിൽ നിന്നൊക്കെ അപ്പം എങ്ങനെയായിരുന്നു സപ്പോർട്ട്? വീട്ടിൽ നിന്ന് ഭയങ്കര സപ്പോർട്ട് ഉണ്ടായില്ല. എന്നുവെച്ചാൽ ഗാനമേളക്ക് പോകേണ്ട കുഴപ്പമില്ല, കല്യാണം കഴിഞ്ഞപ്പോൾ പോകണ്ടെന്ന് പറഞ്ഞു. വൈഫ് പറഞ്ഞോ? അല്ല, വാപ്പ പറഞ്ഞു നീ ഡുവൈറ്റ് ആണെന്ന് ശരിയാവില്ല എന്ന് പറഞ്ഞു, പോകണ്ടെന്ന് പറഞ്ഞു. നിർത്തിയോ? നിർത്തി. അത് 71 നിർത്തി. 71 കല്യാണം കഴിഞ്ഞു. ഈ ഗാനമേള നിർത്തിയിട്ട് പിന്നെ കാസറ്റിലേക്ക് കിടക്കുവാണ് നേരെ? അല്ല, പിന്നെ വാപ്പാടെ കൂടെ ആയിരുന്നു ബിസിനസ് ലൈനിലായിരുന്നു. കാസറ്റിലേക്ക് കിടന്നത് 83. അതെന്താണ് അതിലേക്ക് വരാനുള്ള ഒരു? അല്ല, അത് ഇത് തന്നെ, ഈ പാട്ട് എപ്പോഴും കൂടെ ഉണ്ട്, നമ്മുടെ കൂടെ പാട്ട് നമ്മുടെ കൂടെ തന്നെ ഉണ്ട് എപ്പോഴും. ആദ്യം കാസറ്റ് കമ്പനി തുടങ്ങി കാസറ്റ് അടിക്കുമ്പോൾ എത്ര രൂപയുടെ കാസറ്റാണ് അന്ന് അടിച്ചത്? ആദ്യത്തെ കാസറ്റ്? ആദ്യത്തെ കാസറ്റ് അമ്മ അടിച്ചത് പറയാൻ കറക്റ്റ് ഓർമ്മയില്ല, എന്നാലും അന്നൊക്കെ വില കുറവാണ്. 28 രൂപ ഉള്ളൂ റീറ്റെയിൽ സെയിൽ വില. അതൊക്കെ ആദ്യം സ്റ്റാർട്ടിങ് 2000-3000 ഒക്കെ റീച്ച് ചെയ്യുള്ളൂ. പിന്നെയാണ് കൂടി കൂടി വന്നത്. പിന്നെ അത് 25,000-30,000 ഒക്കെ മാറി. ഈ കാസറ്റ് വിൽക്കാൻ പോകുന്ന ഇക്ക തന്നെയാണ് പോകുന്നത്? ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ എല്ലായിടത്തും അന്ന് തുടക്കത്തിൽ അങ്ങനെ തന്നെ അവരുമായിട്ട് അങ്ങനെ തന്നെയായിരുന്നു. കൈ ഓർക്കുമായിരുന്നു അങ്ങനെ കൊടുത്ത ഞാൻ എവിടെ പോയിട്ടില്ല. അല്ല, ഞാൻ ചോദിച്ചു തുടക്കം എന്ന രീതിക്ക്. അങ്ങനെ ചില ആളുകളുണ്ട് തുടക്കം നമ്മൾ തന്നെ എന്നുള്ള രീതിക്ക്. അല്ലാതെ മലബാറി ഒരു ജൂബിലി ഓഡിയോസ് പറഞ്ഞൊരു പാർട്ടി ഉണ്ടായിരുന്നു, അവർക്കും മലബാറി ഏരിയ കൊടുക്കും. പിന്നെ ഇവിടെ ഉള്ളവർക്ക് നമ്മുടെ ഡയറക്റ്റായിട്ട് തന്നെ കൊടുക്കും. അങ്ങനെ കൊടുക്കുന്നത് അവർക്ക് എത്ര കമ്മീഷൻ കിട്ടും അപ്പോൾ? അല്ല, അവരുടെ മാർജിൻ അവർക്കൊരു 3 രൂപ കണക്കൊക്കെ, ടോട്ടൽ 5 രൂപ വെക്കും ഒരു ഗ്യാസറ്റിന് അല്ലേ? അപ്പോൾ റീറ്റെയിലുകാരന് ഇതും കൂടെ കിട്ടണ്ടേ? റീറ്റെയിലുകാരന് ലാഭം കൂടുതൽ വന്നത്. നമുക്ക് ഈ ഇറക്കണവന് ചിലപ്പോൾ നഷ്ടം വരും. പോയില്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ മടക്കിയെടുക്കണ്ടേ, തിരിച്ചെടുക്കണം. അന്നത്തെ റെക്കോർഡിംഗ് രീതി എങ്ങനെയാണ് കാസറ്റ്? ഡക്കല്ലേ? ഡബിൾ അല്ല, ഡക്കാണ്. എത്ര ഒരു സമയത്ത് റെക്കോർഡിംഗ്? 10-50 ഡക്ക്. അത് അന്ന് അങ്ങനെ പിടിച്ച, അങ്ങനെ മിഷനില്ല, മിഷനിൽ ഈ ക്വാളിറ്റി കിട്ടൂല. പിന്നീട് ഇത് റെക്കോർഡിംഗ് പാടില്ല എന്നൊരു നിയമം ഒന്നില്ലായിരുന്നോ? കോപ്പി എടുത്ത് കൊടുക്കാൻ പാടില്ല എന്ന്? അത് ഞങ്ങൾക്കില്ലല്ലോ, നമ്മളത് ചെയ്യാറില്ല. അല്ല, ഇക്ക കൊടുക്കുന്ന കാസറ്റ് ചില കടകളിൽ പോകുന്നു, പാടില്ല. അത് റെക്കോർഡ് ചെയ്യാൻ പാടില്ല എന്നൊരു നിയമം. ഞങ്ങളും പെട്ടത് ഈ HMVയുടെ കാസറ്റ് ഇറങ്ങുമായിരുന്നല്ലോ. അപ്പോൾ അന്ന് ഇതാണ് കാസറ്റിലില്ല, ഡിസ്കല്ലേ ഉള്ളത്. അപ്പോൾ അത് അടിക്ക് കൊടുക്കുന്ന സമയത്താണ്
ലൈസൻസ് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ കമ്പനി തുടങ്ങണം. പിന്നെ നമ്മൾ ഓൺ പ്രൊഡക്റ്റായിരുന്നു, അത് നമുക്ക് അടിച്ച് വിൽക്കാം, പുറത്താരും അടിച്ച് വിൽക്കാൻ പാടില്ല. ഇപ്പം ഞാനൊരു കാസറ്റ് നടത്തുവാണെങ്കിൽ ഉമ്മർക്കാടെ കാസറ്റ് ഞാൻ കോപ്പി എടുത്ത് വിൽക്കാൻ പറ്റില്ല, ഈ ഒറിജിനൽ തന്നെ വിൽക്കാവുള്ളൂ. അങ്ങനെയാണ് 3, 4, 5 കോപ്പി മേടിച്ച് വെക്കുന്നത് നമ്മൾ. അതെ അല്ലേ? അല്ല ഞാൻ എൻ്റെ ഒരു ഓർമ്മ വെച്ചു. അല്ല അങ്ങനെയല്ല ചിലവാകുള്ളൂ. അല്ലെ പിന്നെ നമുക്ക് പിന്നീട് ഈ ഗൾഫിലൊക്കെ ഒരു റെക്കോർഡിംഗ് രീതി വന്നിരുന്നു, ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അത് ഒരു കാസറ്റ് നമ്മൾ ഇവിടെ ഇടുന്നു, ഒരു കാസറ്റ് ഇവിടെ ഇടുന്നു, അത് സ്പീഡ് റെക്കോർഡിംഗ് അതിവിടെ ഉണ്ടായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്നു, ഞാൻ അത് ചെയ്തിട്ടുണ്ട്. അത് 5 മിനിറ്റ് കൊണ്ട് റെക്കോർഡ് ചെയ്ത് കൊടുക്കാം, കോപ്പി എടുത്ത് കൊടുക്കാം. ഇത്ര ക്വാളിറ്റി ഉണ്ടാവില്ല, ഒന്നുമില്ല, നമുക്ക് പെട്ടെന്ന് കൊടുക്കാം. അത് നമ്മൾ കമ്പനീനെ ബാധിക്കൂലേ. അങ്ങനെ ഒരു സംവിധാനം ഇവിടെ ഉണ്ടായിരുന്നു, ഞങ്ങൾ മേടിക്കേണ്ടതാണിത്. ഞാൻ എന്നിട്ട് ആ സാധനം ഇവിടെ ഞങ്ങളത് മേടിച്ച്, പക്ഷെ അതിനകത്ത് വർക്ക് ചെയ്ത് കൊടുത്തില്ല. കുറച്ചേ കഥാപ്രശ്നമൊക്കെ അടിക്കാൻ പറ്റും, ഫിലിം സോങ്സും മറ്റേ മെലഡിയൊന്നും അടിക്കാൻ പറ്റും. ക്വാളിറ്റി ഉണ്ടാവില്ല. മുറുക്ക വിറ്റയിൽ ഏറ്റവും കൂടുതൽ വിറ്റ ക്യാസറ്റ് ഇപ്പോൾ ഓണപ്പാട്ടെന്നുള്ള അതിൽ ഏതാണെന്ന് ഓർക്കുന്നുണ്ടോ? ഓണപ്പാട്ട് ഏറ്റവും കൂടുതൽ പോയത് രവീന്ദ്രൻ്റെ മാഷിനെ കൊണ്ട് ഓണം ജയിച്ചിട്ടുണ്ട് ഞാൻ. പുള്ളിയുടെ സംഗീതമാണ്, അതാണ് ഏറ്റവും ഹിറ്റ് അടിച്ചത്. അതിൽ ഏത് പാട്ടാണ്? പുള്ളിനെ ഭയങ്കര ഇഷ്ടം, പുള്ളിക്ക് വലിയ കാര്യമാണ് തന്നെ. അതൊക്കെ ഭയങ്കര കമ്പനിയാണ്. നല്ല അത് അതിനകത്ത് ഒരുപാട് പാട്ടുണ്ട്, അതൊക്കെ ഞാൻ പാടാന്ന് വെച്ചാൽ നടക്കില്ല. നല്ല ലിറിക്സായിരുന്നു അത്, എന്ന് വെച്ചാൽ ബിച്ചു തിരുമ്പല എൻ്റെ ലിറിക്സ് ചെയ്യണം, നല്ല ലിറിക്കായിരുന്നു. കല്ലേലിരിക്കണ കല്ലേരിഞ്ഞണ്ട്, കല്ലേന്ന് ഇത്തിരി മാറിയിരിഞ്ഞണ്ട്, കൊയ്ത്തിരി വാളിന് മൂർച്ച കൂട്ടണം, കല്ലേന്ന് ഇത്തിരി നീങ്ങിയിരിഞ്ഞണ്ട്. അപ്പോൾ ആ വരികൾക്കൊരു പ്രത്യേകതയുണ്ട്. അത് മെലഡി വോയിസിൽ വരും, മെലഡി വോയിസിൽ വരുമ്പോൾ അല്ല ഫീമെയിൽ വോയിസിൽ വരുമ്പോൾ ആ മെലഡിക്കൊരു പ്രത്യേകതയുണ്ട്. ആ പാട്ട് ഹിറ്റായിരുന്നു, അതിനൊരുപാട് ഹിറ്റുണ്ട്. മാർക്കോസിൻ്റെ ഹിറ്റുണ്ട് അതിനകത്ത്, അതിൽ ആ കാസറ്റ് തന്നെ 2 ഹിറ്റുണ്ട്. വഞ്ചിപ്പാട്ടൊക്കെ ഹിറ്റാണ്. ഏറ്റവും കൂടുതൽ പൈസ കൊടുക്കേണ്ട ഗായകരായിരുന്നു അന്ന് അത്ര വലിയ പൈസയൊന്നും ഇല്ല പാട്ടുകാർക്ക്, അവരെ കുറ്റം പറയാൻ പറ്റില്ല. അവരങ്ങനെ ഭയങ്കരമായിട്ടൊന്നും മേടിച്ചിട്ടില്ല. ഉണ്ണിമന്നായാലും മാർക്കോസ് ആയാലും MG ആയാലും അങ്ങനെ ഭയങ്കരമായിട്ട് മേടിച്ചതായിട്ട് എനിക്കറിയില്ല. അവർ റേറ്റ് ഉണ്ട് അവർക്ക്, ആ റേറ്റ് നമ്മൾ കൊടുത്താൽ മതി. പിന്നെ ഈ ഓണം സീസൺ വരുമ്പോൾ നമ്മൾ മോണോപ്പൊളിയായിട്ട് ബുക്ക് ചെയ്യും. ഈ കൊല്ലം നമുക്ക് പാടാൻ പാടുള്ളൂ, വേറെ പാടാൻ പാടില്ല, ഇത്ര ഞങ്ങൾ തന്നേക്കും. അങ്ങനെ ബുക്ക് ചെയ്യും. അങ്ങനെ ബുക്ക് ചെയ്യും. അപ്പോൾ ആദ്യം കയറി ബുക്ക് ചെയ്യും. അതാദ്യം മിക്കവാറും മാർക്കോസിനാണ് പൂട്ടാറ്. അതിന് മാർക്കോസിനെ പൂട്ടുന്നത് മാർക്കോസ് സാറിന് നമുക്ക് താല്പര്യമുള്ള പാട്ടുകാരൻ. കാരണം പുള്ളി എന്താണെന്നറിയില്ല, പക്ഷെ പുള്ളിയുടെ ശബ്ദം, വോയിസ് അത് കവർ ചെയ്യാൻ വേറെ പാട്ടുകാർ ഇപ്പം അന്ന് വേറെ ഉണ്ടായില്ല. അതാണ് ആ ശബ്ദം. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ശബ്ദം വലിയ അല്ലേ, ശബ്ദം അതാരും ഇഷ്ടപ്പെടും. മാപ്പിളപ്പാട്ടിൽ അധികം പാട്ട് ഏത് ഗായന പാടിയേക്കണം. അങ്ങനെ അത് പാടാൻ കാരണം അങ്ങനത്തെ ശബ്ദമാണ്, പിന്നെ അക്ഷരസ്ഫുടത, അതാണ് പറയാൻ 2 കാര്യമാണ്. ചിലവർ നല്ല ഗായകന, ഭാഗ്യമില്ലാന്ന് മാത്രം. സിനിമയിലൊക്കെ ഒരുപാട് പാട്ട് പാടിപ്പോണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ ഭാഗ്യമില്ലായ്മയും പിന്നീട് അദ്ദേഹത്തിന് വേറെ രീതിക്ക് ഉപദ്രവിക്കുകയും ചെയ്തിട്ടുണ്ട് ആളുകൾ. അതുണ്ടാവും, അത് നമ്മൾ പറയാൻ തയ്യാറല്ല. അല്ല, എൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് പുള്ളി. അതുണ്ട്, അത് പുള്ളി എവിടെ പറയും, അതെവിടെ പറയും. അത് പുള്ളി പറയാതിരിക്കില്ല. പുള്ളിക്ക് അങ്ങനെ ഒരു എഗൈൻസ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പം ഈ ഗായകരാണ്, ഇപ്പം MG ഉണ്ട്, ഉണ്ണിമേനൊക്കെ ഉണ്ട്, മാർക്കോസ് ഉണ്ട്. ഇപ്പോഴും ഉമ്രക്കായിട്ട് ഇവരെല്ലാവരുമായിട്ട് സൗഹൃദം ഉണ്ട്. എല്ലാവരും വിളിക്കും, എല്ലാവരും ബന്ധമുണ്ട്. പിന്നെ സുജാതയായിട്ട് ഇപ്പോഴും ഇതുണ്ട്, വിളിക്കാൻ അത്യാവശ്യം വിളിക്കുക, അല്ലെങ്കിൽ മെസ്സേജ് അയക്കും, കാര്യങ്ങളൊക്കെ. ബന്ധങ്ങളൊന്നും വിട്ടിട്ടില്ല. അതല്ലേ നമുക്കൊരു മുതൽക്കൂട്ടുള്ളൂ. അതെ. അല്ല, ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ വന്നവരൊന്നും ആവുന്ന ബന്ധങ്ങൾ സൂക്ഷിക്കാൻ രക്ഷയില്ല. വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പാട്ട് പാടാനുണ്ടല്ലോ, അത് എൻ്റെ മാനേജറുണ്ട് കേട്ടോ, അവിടെ ചോദിച്ചാൽ മതി, ഞാൻ പറയാം. പക്ഷേ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ പഴയ ആർട്ടിസ്റ്റാണ്. സുജാതയൊക്കെ സമ്മതിക്കണം. ചിത്രയും നല്ല ആർട്ടിസ്റ്റ് തന്നെ, ഒരു പ്രശ്നമില്ല. ചിത്രം ഒരുപാട് പാട്ട് പാടിയിട്ടുണ്ട്. ചിത്രം ഏറ്റവും ചെറുപ്പത്തിലൊന്നും പാടിയിട്ടുണ്ട്, അത്ര പോപ്പുലർ ആണതിന് മുമ്പ്. വലിയ ഓർമ്മകളല്ലേ?
വലിയ ഓർമ്മകളാണ്. ഈ കാസറ്റുകൾ നിന്നു പോകുന്ന ഒരു കാലഘട്ടം വരും അല്ലേ? മനസ്സിൽ ഭയങ്കര ദുഃഖമല്ലായിരുന്നു? കാസറ്റ് നിന്ന് പോകുന്ന കാര്യം വന്നില്ല. പാട്ടുകളില്ലാതെ വന്നു സിനിമയിൽ ഒരു കാലഘട്ടത്തിൽ. സിനിമയിൽ പാട്ടേ ഇല്ലാണ്ട് വന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അറിയാം. ഒരിടക്ക് സിനിമകളിൽ പാട്ടുണ്ടായിരുന്നില്ല. അതെന്താണെന്നറിയില്ല. ജനം ആ സമയത്ത് സിനിമാ പാട്ടുകളിൽ നിന്ന് പിന്മാറി. എന്തുകൊണ്ടാണെന്നറിയില്ല. അപ്പോൾ നമ്മൾ പർച്ചേസിങ് റേറ്റ് കൂടാണ്ട് വന്നപ്പോൾ സിനിമ പ്രൊഡ്യൂസേഴ്സ് ആ ഒരു സീൻ, ആ ഒരു പാട്ട് സീനൊക്കെ ഇത്ര അത് ചിലവാക്കണ്ട, പാട്ട് വേണ്ടെന്ന് വെച്ചാൽ പോരെ. പാട്ടില്ലാണ്ട് സിനിമ ഓടണുണ്ട്. അങ്ങനെ കുറേ പടങ്ങൾ വന്നു. അങ്ങനെയാണ് നിന്ന് പോകുന്നത്? ഇല്ല, നിന്ന് പോയില്ല. അത് പിന്നെ പൊങ്ങി വന്നു പാട്ട്. അത് നിൽക്കൂല. അല്ല, അന്നത്തെ ഈ കാസറ്റ് നിന്നില്ല. അപ്പോൾ ബേസിക് പ്രോഗ്രാം പൊങ്ങി. അപ്പോൾ മാപ്പിളപ്പാട്ടിനും ഹിന്ദു ഡിവിഷനും ക്രിസ്ത്യൻ ഡിവിഷനിലൊക്കെ പൊങ്ങി ഉയർന്നു വന്നു. അപ്പോൾ ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തിട്ട് പോകും, ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത്. ഇതൊരു ഇപ്പൊ കാസറ്റുകളൊന്നും ഇല്ലല്ലോ. ഇപ്പൊ സി ഡി മാറി യൂട്യൂബിലേക്കൊക്കെ മാറി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പം പിന്നീട് സി ഡിയിലേക്ക് പോയി. മുർക്കാക്ക സി ഡിയിലേക്ക് പോയി അല്ലേ? സി ഡി ഇറക്കാൻ തുടങ്ങി. നമ്മുടെ ഉള്ള പാട്ടുകൾ വീണ്ടും സി ഡിയിലേക്ക് ആയി. ഇപ്പൊ യൂട്യൂബിലേക്ക് പോകുന്നു. അതിങ്ങനെ നിന്ന് പോകുമ്പം ഒരു സങ്കടം ഉണ്ടാകുന്നില്ല മനസ്സിൽ? അങ്ങനെ നിന്ന് പോയി അങ്ങനെ സിറ്റുവേഷൻ വന്നിട്ടില്ല. നിന്ന് പോവില്ല. ഇനിയിപ്പോൾ യൂട്യൂബ് മാറുമ്പോൾ വേറെ എന്തെങ്കിലും സാധനം വരും. ഈ പാട്ട് നിൽക്കില്ല. പാട്ട് നിൽക്കുമെന്ന് എനിക്ക് തോന്നണില്ല. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ സ്റ്റാർ സിംഗറിൽ എന്താണ് ഈ മത്സരം നടക്കേണ്ട കുട്ടികളുടെ അവിടെ പറഞ്ഞ പാട്ടുകളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എല്ലാ പഴയ പാട്ടുകളാണ്. പുതിയത് ഏത് പാടും? പുതിയ മത്സരത്തിനായിട്ട് ഏത് പാടും? ശരിയാണ്. അതാണ്. അങ്ങനെ അന്ന് അവർ ചെയ്തു വെച്ചേക്കണം മെലഡി എന്നൊക്കെ പറഞ്ഞാൽ അതൊരു മുതൽ ദേവരാജൻ മാഷായാലും ബാബുരാജായാലും രവീന്ദ്രനായാലും മറ്റേ ജോൺസൺ മാഷായാലും അവരൊക്കെ നല്ല മെലഡി ചെയ്തു വെച്ചിട്ടുള്ള ആൾക്കാരാണ്. ഒരുപാട് പാട്ടുകളുണ്ട്. അതൊന്നും മറികടന്ന് പോകാനുള്ള ഒന്നും ഇപ്പം ഇല്ല. ഈ പറഞ്ഞ പിന്നീട് മാപ്പിളപ്പാട്ടുകൾ പണ്ടൊക്കെ നല്ല അർത്ഥമുള്ള മാപ്പിളപ്പാട്ടുകളായിരുന്നു. പിന്നീട് ഇറങ്ങിയപ്പോൾ നമുക്ക് അശ്ലീല ചോയുള്ള മാപ്പിളപ്പാട്ടുകളായി. ശരിയല്ല ഞാൻ പറയുന്നത്? തേനാണ് നീ പുഞ്ചിരി നെയ്യില്ല എന്നൊക്കെ പറഞ്ഞില്ലേ, അതങ്ങനെ ആയി തുടങ്ങി. നമ്മൾ പക്ഷെ അങ്ങനത്തെ അത് ഇറങ്ങിയിട്ടില്ല. നമ്മൾ കുറച്ച് ലേറ്റസ്റ്റ് ആയിട്ട് ഇറക്കിയേക്കുന്ന അഫ്സലും റീമി ടോമിയും കൂടി ഇത് ചെയ്ത് ഒരു മാപ്പിള ചെയ്ത്. അത് നല്ല പാട്ടുകളായിരുന്നല്ലോ. അവർക്ക് ഇഷ്ടപ്പെട്ടു. അവരും പറഞ്ഞു നല്ല പാട്ടുകളാണ്, പരിപാടിക്ക് പോകും. അത് ഏതൊക്കെയായിരുന്നു പാട്ടുകൾ? ഏറ്റവും അവരായിരുന്നു ഒരു ന്യൂജനിൽ വെച്ച്? ന്യൂജനിലല്ല, പഴയ മെലഡി ടൈപ്പ് തന്നെയാണ് അത് ഇറക്കിയത്. ഞാൻ ന്യൂജനിലായിട്ടൊന്നും ചെയ്തിട്ടില്ല. ആ പരിപാടിയില്ല. അത് സമൂഹത്തിൽ ഏറ്റെടുത്ത ഒരു പാട്ടുകളായിരുന്നു അല്ലേ? ആ കാസറ്റിന്റെ പേരെന്തായിരുന്നു? ആ കാസറ്റിന്റെ പേര് മിസ്ഡ് ഗോൾ. ലേറ്റസ്റ്റ് പേരാണ് മിസ്ഡ് ഗോൾ. അതിനൊരു പാട്ടുണ്ട് അങ്ങനെ. മിസ് കോളിലാണ് തുടക്കം. എൻ്റെ വരികൾ വിട്ടുപോയി. പ്രണയം പോലത്തെ പ്രണയം എല്ലാം ലവ് സോങ്ങാണ്. ഡിവോഷനിലില്ല അതിനകത്ത്, എല്ലാം ലവ് സോങ്ങാണ്. പിന്നീട് ഈ ഇപ്പം മുറുക്ക പറഞ്ഞ പോലെ ആ സമയത്ത് ഇങ്ങനത്തെ പാട്ടുകൾ അപ്പോഴും നല്ല ഭക്തിഗാനങ്ങൾ ഇറങ്ങുന്നുണ്ട്. അതും പോവും. ഭക്തിഗാനങ്ങളും ഞാൻ ഇറക്കിയിട്ടുണ്ട്. ഭക്തിഗാനങ്ങൾ അതിൻ്റെ കേൾവിക്കാരും ഇതിൻ്റെ കേൾവിക്കാരും രണ്ടാണ്. ഏറ്റവും കൂടുതൽ മാപ്പിളപ്പാട്ടുകൾ സെയിലാവുന്ന മലബാർ ഏരിയയിൽ തന്നെയാണ് അന്നും ഇന്നും വന്നൊക്കെ. അത് ബിസിനസ് മേഖലയായിരുന്നു അല്ലേ? മാപ്പിളപ്പാട്ട് ഏറ്റവും കൂടുതൽ പോയേക്കുന്നത് ഫസീലയുടെയാണ്. ഫസീല ഒരുപാട് പാട്ട് പാടിയുണ്ട് എനിക്ക് വേണ്ടി. ഓർമ്മകളെ നിൽക്കും ഓരോരുത്തർ വിട്ടു പോകുമ്പോഴാണ് നമുക്കതിൻ്റെ പ്രയാസങ്ങൾ അറിയുന്നത്. ഇപ്പം ഉമർക്ക പറഞ്ഞ എത്രയോ പേരാ വിട്ടുപോയവരുടെ കഥയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ. അവരൊക്കെ വിട്ടുപോകുമ്പോൾ നമ്മൾ ആലോചിക്കണല്ലേ. അത് പോണേന് ഒരാഴ്ച മുമ്പ് എന്നെ വിളിച്ചതാണ്. ബസ്സില അല്ലേ? പെട്ടെന്നുള്ള ഒരു മരണമായിരുന്നു. നല്ല സ്വഭാവമായിരുന്നു. ഒത്തിരി അതുങ്ങളൊന്നും ഇങ്ങനെ ഇന്നത്തെ മാതിരി ആർട്ടിസ്റ്റന്മാർ കടമ്പിടുത്തക്കാരോ അഹങ്കാരം നിറഞ്ഞവരൊന്നും അറിഞ്ഞില്ല. അവർക്ക് പാട്ടാണ് മെയിൻ. അവർക്ക് ആ പാട്ട് നന്നായി പാടി പുറത്തേക്ക് വന്ന് ഹിറ്റാകണം. അവരുടെ ചിന്ത അതാണ്.
ആ സമയത്താണല്ലോ റംല ബീഗം അല്ലേ? ആ സമയം റംലാബീഗം എൻ്റെ, പക്ഷേ റംലാബീഗത്തിൻ്റെ പാട്ട് ഞാൻ എടുത്തിട്ടില്ല. അത് കഥാപ്രസംഗം ഉണ്ട് എൻ്റെ അടുത്ത്. കഥാപ്രസംഗം അവരാണെന്നുള്ളൊരു 10 കൽപ്പനകളുണ്ട്, അതിൻ്റെ ഉണ്ട്. അത് ഈ പള്ളികളിൽ വരെ വരുമായിരുന്നു അല്ലേ അവരുടെ കഥാപ്രസംഗം? ഞാൻ ഓർക്കുന്നുണ്ട്, പള്ളികളിൽ വരെ അത് ഐഷാബീഗത്തിൻ്റെ ഉണ്ട്. അന്നുണ്ടായിരുന്നതിൽ ഈ ഫസീല, വിയൻകുട്ടിയൊക്കെ പാടിയിട്ടുണ്ടല്ലോ, ഇഷ്ടം പോലെ പാടിയിട്ടുണ്ട്. വിയൻകുട്ടി പാടിയിട്ടില്ല. ഇല്ല, എന്നോട് ഒരുപാട് ചോദിച്ചു, പാടിയിട്ടില്ല പുള്ളി. അതെന്ത് പറ്റിയ? പുള്ളി മ്യൂസിക് ചെയ്താണ് ഞാൻ പറഞ്ഞു, പാടണ്ടെന്ന് പറഞ്ഞു. അതൊക്കെ ഉള്ളതിന് കാരണം ഉണ്ണീനെ ഫിക്സ് ചെയ്ത് വെച്ചേക്ക്, ഉണ്ണിയാണ് പാടണം കൂടെ, ഉണ്ണിയും ഫസീലാണ് പാടണം. പിന്നെ നമ്മൾ അതിൻ്റെ ഇടയിൽ ഒരാൾ വേറെ ഇടുമ്പോൾ ആ മറ്റേ ഉണ്ണിക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നായിരുന്നല്ലോ. അപ്പം വിയൻകുട്ടി മാഷിനോട് ഞാൻ പറഞ്ഞു, പക്ഷെ അത് വേണ്ട, നമുക്ക് വേറെ ചെയ്യാം, ഇതിങ്ങനെ പോട്ടെ എന്ന് പറഞ്ഞു. ഉണ്ണിയെ പാടിയാന്ന്, ഉണ്ണിയും ഫസീലും ഭയങ്കര ഹിറ്റായിരുന്നു. മണിച്ചപ്പ് അല്ലേ? ലിറിക്ക് നല്ല വടക്കൻ സ്റ്റൈലിൽ ലിറിക്കാണ്. അതിൻ്റെ ലിറിക്കും മ്യൂസിക്കും വിയൻകുട്ടിയാണ്. പുള്ളിയെ പാടിച്ചിട്ടില്ല നമ്മള്, പഠിച്ചിട്ടില്ല. ഈ ഉമ്മർക്കാട് പാടണമെന്ന് ആവശ്യപ്പെട്ട് വന്ന ഒത്തിരി ആളുകൾ ഉണ്ടാവുമല്ലോ, ഒരുപാട് പേരുണ്ട് അല്ലേ? ഒരുപാട് പേരുണ്ട്, കണ്ണടിച്ചാളേ പറ്റുള്ളൂ. അല്ല, നമ്മുടെ കാസറ്റ് കമ്പനി അങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ കയ്യിൽ പാടാൻ ആഗ്രഹിച്ചവർ ഒത്തിരി ഇല്ല. പക്ഷെ അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് ഇതിൻ്റെ കളി അറിയില്ലല്ലോ. അവർ ഈ ഒരുവിധം മാർക്കറ്റിൽ പിടിച്ചു നിൽക്കണ ഗായകരല്ലെങ്കിൽ ഇത് പോകില്ല, പാട്ട് പോകില്ല, എത്ര നല്ല പാട്ടാണെങ്കിലും. അപ്പം ഞാൻ പറയാം, ഒരു തവണത്തെ ഓണം ഞാൻ ചെയ്തത് ഉണ്ണികൃഷ്ണനെ വെച്ചാണ്. ഉണ്ണികൃഷ്ണൻ പറഞ്ഞു, നാഷണൽ അവാർഡ് മേടിച്ചില്ലേ തമിഴിന്. ഉണ്ണികൃഷ്ണന് അന്ന് ഉണ്ണികൃഷ്ണൻ ചെറുപ്പമാണ്, കല്യാണം കഴിച്ചാൽ കൊല്ലം തന്നെയാണ്. ഒരു കാസ്റ്റ് മുഴുവൻ 10 പാട്ടും 7-8 പാട്ടാച്ചുണ്ട്, 2 ഫീമെയിൽ ആയിട്ടാണ്. മദ്രാസിക്കുൻ്റെ പഠിച്ച. അപ്പോൾ വലിയ പ്രതീക്ഷയായിരുന്നു എനിക്കത്. അതിൻ്റെ ഓർക്കസ്ട്രയൊക്കെ നല്ലതായിരുന്നു, കുറച്ച് ലേറ്റസ്റ്റ് മോഡലാണ് ഒക്കെ ചെയ്തത്. അപ്പോൾ ആ പ്രതീക്ഷ പക്ഷാസ്ഥാനത്തായിപ്പോയി. കാരണം അതിവിടെ ഏറ്റില്ല, ആ ഗായകനും മലയാളിയും സ്വീകരിച്ചില്ല. അങ്ങനെ ഒത്തിരി പേര് പോയിട്ടില്ലേ നമ്മൾ പരീക്ഷ? ഗരം പാട്ടുകാരനാണ്, എല്ലാം വരും ഉണ്ടായിരുന്നു. നല്ല പാട്ടുകാരനാണ്, നല്ല ശബ്ദമാണ്. അതെ, പിന്നെ എന്തുകൊണ്ട് അങ്ങനെ മലയാളി സ്വീകരിക്കാതെ പോയെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അല്ല, അത് ഇവർ സ്ഥിരം കേട്ട് വന്ന് ഈ ദാസേട്ടൻ ഇങ്ങനെ നിൽക്കുകയല്ലേ, ശബ്ദം ഇങ്ങനെ നിൽക്കുകയാണ്, ചേട്ടിൽ ദാസേട്ടൻ ഇങ്ങനെ നിൽക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കയറി കൂടാൻ ഈ ഉണ്ണിമേനും മാർക്കോസിനും മഞ്ചിക്കൊക്കെ പറ്റിയത് ഇങ്ങനെ വലിയ ഭാഗ്യം. മാണിക്യമലരായ പൂവി ഉഹദിൻ ജബലിന് മന്ദം തലോടിയ ഉഷിരുള്ള പൂങ്കാറ്റേ. പെരുന്നാളിൻ നമ്പിളി കണ്ടടി പെണ്ണേ, നീ എൻ്റെ കൂടെ പോരുന്നു, ഒരു കൂടെ മൈലാഞ്ചി തരാം മേലെ മാനത്ത്. അവിടെ പോയിരിക്കാൻ പറഞ്ഞത്. അപ്പോൾ റൂമിൽ ചെന്നിരുന്ന് കഴിഞ്ഞപ്പോൾ പുള്ളി ആദ്യം നേരം വർത്താനം പറഞ്ഞ് എനിക്കുള്ളൂ, കമ്പോസിങ് ഒന്നും ടൈം എടുക്കൂല. ഇല്ല.